നമസ്കാരം. തൊഴിൽ ജാലകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ്-19 പാൻഡമിക് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 2020 നിർത്തിവച്ചതിനു ശേഷം ഖത്തറിലേക്കുള്ള വിസ ഓൺ അറൈവൽ സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഓൺ അറൈവൽ വിസയിൽ ഒരാൾക്ക് ഖത്തറിൽ വരാൻ പുതിയ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 95-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇപ്പോൾ ഖത്തറിൽ എത്തിച്ചേരുമ്പോൾ വിസ ഇളവ് ലഭിക്കുന്നതാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇപ്പോൾ ഖത്തർ വിസ ഓൺ അറൈവൽ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഖത്തർ വിസ ഓൺ അറൈവൽ യോഗ്യതയുള്ള 95 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഖത്തറിൽ എത്തുമ്പോൾ വിസ ഇളവ് ലഭിക്കുന്നതിന് കുറഞ്ഞത് 6 മാസത്തെ സാധുതയുള്ള പാസ്പോർട്ടും ഓൺവേർഡ് അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. ഖത്തറിലേക്ക് പോകുന്നതിന് മുൻപ് ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുൻകൂർ വിസ എടുക്കേണ്ടതില്ല. ഖത്തറിൽ തങ്ങാൻ ഉദ്ദേശിക്കുന്ന സന്ദർശകർ തങ്ങാനുള്ള സമയത്തേക്ക് സാധുവായ ഹോട്ടൽ ബുക്കിംഗ് കൈവശം വയ്ക്കണം. ഖത്തർ വിസ ഓൺ അറൈവൽ ലഭിക്കുന്നതിന് അർഹതയുള്ള രാജ്യങ്ങളെ അവർക്ക് അർഹതയുള്ള വിസയുടെ തരത്തെ ആശ്രയിച്ച് 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് വിസ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ പലപ്പോഴായി 180 ദിവസം വരെ സാധുതയുള്ളതാണിത്. ഒരു പ്രാവശ്യം തുടർച്ചയായി 90 ദിവസം നിൽക്കാൻ സാധിക്കും. ആന്റിഗ്വ, ബാർബുഡ, അർജന്റീന, ഓസ്ട്രേലിയ, ബഹാമസ്, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹോളണ്ട്, ഹംഗറി, ഐസ്ലാൻഡ്, ഇറ്റലി, ലാറ്റ്വിയ, ലിത്വാനിയ, ലക്സംബർഗ്, മലേഷ്യ, മാൾട്ട, നെതർലാൻഡ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സെർബിയ, സീഷെൽസ്, സ്ലോവാക്കിയ, സ്ലോവേനിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, തുർക്കി, ഉക്രൈൻ എന്നീ രാജ്യക്കാർക്കാണ് ഈ വിസ നൽകുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 30 ദിവസത്തേക്കുള്ള താമസം അനുവദനീയമാണ്. അത് 30 ദിവസത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും. അൻഡോറ, ഓസ്ട്രേലിയ, അസർബൈജാൻ, ബെലാറസ്, ബൊളീവിയ, ബ്രസീൽ, ബ്രൂണെ, കാനഡ, ചിലി, ചൈന, കൊളംബിയ, കോസ്റ്റാറിക്ക, ക്യൂബ, ഇക്വഡോർ, ഫോക്ലാൻഡ് ദ്വീപുകൾ, ഫ്രഞ്ച് ഗയാന, ജോർജിയ, ഗയാന, ഹോങ്കോങ്, ഇന്ത്യ, ഇന്തോനേഷ്യ, അയർലൻഡ്, ജപ്പാൻ, കസാഖിസ്ഥാൻ, ലബനൻ, മക്കാവു, മാസിഡോണിയ, മാലദ്വീപ്, മൗറീഷ്യസ്, മെക്സിക്കോ, മോൾഡോവ, മൊണോക്ക, മോണ്ടിനെഗ്രോ, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, പനാമ, പരാഗ്വേ, പെറു, റഷ്യ, റുവാണ്ട, സാൻ മറിനോ, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക, ദക്ഷിണ കൊറിയ, സുരിനാം, തായ്ലൻഡ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഉറുഗ്വ, വത്തിക്കാൻ സിറ്റി, വെനസ്വേല എന്നീ രാജ്യക്കാരാണ് ഈ വിഭാഗത്തിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള ഖത്തർ വിസ ഓൺ അറൈവൽ നിയമങ്ങൾ വിശദമായിട്ട് നോക്കാം. ഖത്തറിലേക്ക് പോകുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ 5 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 30 ദിവസത്തേക്ക് സാധ്യതയുള്ളതാണ്. ഇത് ഒറ്റ യാത്രയിലോ ഒന്നിലധികം യാത്രയിലോ ആയി ഉപയോഗിക്കാവുന്നതാണ്. ഇനി പറയുന്ന നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുകയാണെങ്കിൽ ഇത് 30 ദിവസത്തേക്ക് കൂടി നീട്ടാവുന്നതുമാണ്. പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസത്തെ സാധുത ഉണ്ടായിരിക്കണം. റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഖത്തറിൽ എത്തുമ്പോൾ കൈവശം ഏറ്റവും കുറഞ്ഞ തുകയായ $1400 സാധുവായ ക്രെഡിറ്റ് കാർഡോ ഉണ്ടായിരിക്കണം. അതൊരു മുഴുവൻ കുടുംബത്തിനും ബാധകമാണ്. ഖത്തറിൽ തങ്ങുന്ന ദിവസങ്ങളിലേക്ക് ഹോട്ടൽ താമസം മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണം. ഡിസ്കവർ ഖത്തർ വഴി നടത്തിയ ബുക്കിംഗ് മാത്രമേ ഇവിടെ പരിഗണിക്കുകയുള്ളൂ. പൊതുജനാരോഗ്യ മന്ത്രാലയം അംഗീകരിച്ച വാക്സിനുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തിരിക്കണം. ഖത്തറിൽ എത്തുമ്പോൾ അവസാന ഡോസ് കഴിഞ്ഞ് 14 ദിവസത്തെ കാലയളവ് പൂർത്തിയാക്കിയിരിക്കണം. എത്തിച്ചേരുന്ന സമയം മുതൽ 48 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയ PCR പരിശോധന നെഗറ്റീവ് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. യാത്രയ്ക്ക് മുൻപ് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി നേടുന്നതിന് എക്ടറാസ് പ്ലാറ്റ്ഫോമിൽ ഒരു ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഖത്തറിൽ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഉള്ളവരും അവരോടൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ വിസ ഓൺ അറൈവൽ അന്വേഷകർക്കും ഇതെല്ലാം ബാധകമാണ്.
ഇപ്പോൾ പറഞ്ഞ ഖത്തറിലേക്കുള്ള വിസ രഹിത പ്രവേശനത്തിന് അർഹതയുള്ള രാജ്യങ്ങൾക്ക് പുറമെ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ, അതായത് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഖത്തറിലേക്ക് പ്രവേശിക്കുന്നതിന് വിസ ആവശ്യമില്ല. ഖത്തർ വിസ ഓൺ അറൈവൽ ലഭിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് ചില അധിക നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഖത്തർ വിസ ഓൺ അറൈവൽ ലഭിക്കുന്നതിന് ഫണ്ടിന്റെ തെളിവ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പേരിലുള്ള അന്താരാഷ്ട്ര ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡിൽ മിനിമം ബാലൻസ് QAR 5000 ഉണ്ടായിരിക്കണം. ഇത് ഏകദേശം 1,10,000 രൂപയാണ് തുക. QAR 5000-ന് തുല്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 3 മാസത്തെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും ആവശ്യമായി വന്നേക്കാം. ഖത്തർ വിസ ഓൺ അറൈവൽ അപേക്ഷിക്കുന്നതിന് മുൻപ് വിസ രഹിത പ്രവേശനത്തിന് അർഹതയുള്ള യാത്രക്കാർ എഹ്തറാസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് യാത്രയ്ക്ക് മുൻപുള്ള അനുമതി നേടണം. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. യാത്രാനുമതി ലഭിച്ചാലുടൻ യാത്രക്കാരെ അറിയിക്കും. യാത്രാ പെർമിറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് യാത്രയിൽ കയ്യിൽ കരുതിയിരിക്കണം. യാത്രക്കാർ അവരുടെ എയർലൈൻ ചെക്ക് ഇൻ ഏജന്റിനെ എഹ്തറാസ് യാത്രാ പെർമിറ്റ് കാണിക്കേണ്ടതുണ്ട്. ഖത്തറിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് എഹ്തറാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ദോഹയിലെ ഇമിഗ്രേഷൻ കൗണ്ടറിലെ ഓഫീസറെ നിങ്ങളുടെ യാത്രാനുമതി കാണിച്ചാൽ മുൻ പറഞ്ഞ രേഖകളെല്ലാം പരിശോധിച്ച് തൃപ്തരാണെന്ന് ഉറപ്പായാൽ ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു ചെറിയ സ്റ്റിക്കർ പതിക്കും. ഇത് ഖത്തറിലേക്കുള്ള വിസയുടെ സ്വീകാര്യതയാണ്. വിസയ്ക്ക് അർഹതയുള്ള എല്ലാ യാത്രക്കാർക്കും ഖത്തർ വിസ ഓൺ അറൈവൽ തികച്ചും സൗജന്യമാണ്. വിസ ഓൺ അറൈവൽ നീട്ടുന്നതിനും പുതുക്കുന്നതും സൗജന്യമായിട്ട് തന്നെയാണ്. ഖത്തർ വിസ ഓൺ അറൈവൽ എക്സ്റ്റൻഷൻ 30 ദിവസത്തെ വിസയ്ക്ക് അർഹതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഖത്തർ വിസ ഓൺ അറൈവൽ 30 ദിവസത്തേക്ക് കൂടി നീട്ടാൻ അർഹതയുണ്ട്. അതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ MOI വെബ്സൈറ്റിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ പതിച്ചിട്ടുള്ള സ്റ്റിക്കറിൽ ഉള്ള വിസ നമ്പർ, പാസ്പോർട്ട് നമ്പർ, ദേശീയത എന്നിവ ഉൾപ്പെടെ എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച് എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഖത്തർ വിസ ഓൺ അറൈവൽ 30 ദിവസത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.